ഇന്ന് കമ്പനികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ കോമൺ മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, നോട്ട് ഡിഫൈൻ യുവർ റൈറ്റ് ടാർഗറ്റിംഗ് ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസ് ആരാന്നുള്ളത് ക്ലിയർലി മനസ്സിലാവാതെ നമ്മൾ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്കായിരിക്കില്ല എത്തുന്നത്. അപ്പം നമ്മുടെ ഓഡിയൻസിൻ്റെ ബിഹേവിയർ, ഇൻട്രസ്റ്റ്, അവരുടെ ഏജ്, ജെൻഡർ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാൻ. മിസ്റ്റേക്ക് നമ്പർ 2, ഇഗ്നോർ ഡാറ്റ അനലിറ്റിക്സ്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്ന മുന്നേ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡാറ്റാസുകൾ അനലൈസ് ചെയ്യണം. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഗൂഗിൾ ഇൻസൈറ്റുകൾ, അതായത് ഗൂഗിൾ അനലറ്റിക്സ്, അതുപോലെ ഫേസ്ബുക്കിൻ്റെ ഇൻസൈറ്റുകൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്ട്രാറ്റജികളും ക്യാമ്പയിൻസുകളും പ്ലാൻ ചെയ്യാൻ. മിസ്റ്റേക്ക് നമ്പർ 3, ഓവർലുക്കിംഗ് മൊബൈൽ ഒപ്റ്റിമൈസേഷൻ. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഡിവൈസുകളാണ്. അപ്പോൾ ഈ ഡിവൈസുകൾക്കകത്ത് നമ്മുടെ ഒരു വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ആഡ്സുകൾ കറക്റ്റായിട്ട് അതിലേക്ക് ആ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ ടൈപ്പിലേക്ക് സ്യൂട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഏതൊരു ഡിവൈസിനെയും ഒപ്റ്റിമൈസ് ചെയ്യുന്ന ലെവലിലായിരിക്കണം നമ്മുടെ വെബ്സൈറ്റുകൾ വർക്ക് ചെയ്യുന്നത്. മിസ്റ്റേക്ക് നമ്പർ 4, ഇൻകൺസിസ്റ്റൻറ്റ് പോസ്റ്റിംഗ് ആൻഡ് എൻഗേജ്മെൻറ്റ്. നമ്മളൊരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എൻഗേജ്മെൻറ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊരു കൺസിസ്റ്റൻസി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എൻഗേജ്മെൻറ്റ് കിട്ടില്ല. മിസ്റ്റേക്ക് നമ്പർ 5, ഫോക്കസ് ഓൺ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഏറ്റവും കിങ് എന്ന് പറയുന്ന കോണ്ടൻറ്റാണ്. അപ്പോൾ ഈ നമ്മൾ റിലീസ് ചെയ്യുന്ന കോണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ക്വാണ്ടിറ്റിയിലല്ല. അപ്പോൾ നമ്മൾ ഇറക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി കോണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് എപ്പോഴും നമ്മളായിട്ട് എൻഗേജ്മെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും.